ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ഈ ധ്യാന സമയത്തിലേക്ക് ദൈവനാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ പഴയ സമാധാനം ഇല്ലാതായത്? എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥനയിൽ പഴയ ആ ആത്മീയ ഉണർവ് ഇല്ലാതെയായത്? എന്തുകൊണ്ടാണ് എൻ്റെ കുടുംബത്തിൽ സന്തോഷം നഷ്ടപ്പെട്ടത്? ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഈ ചോദ്യങ്ങൾക്ക് നടുവിൽ ദൈവവചനം ഇന്ന് നമ്മോട് സംസാരിക്കുകയാണ്. വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിലൂടെ, യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ. ആമേൻ, ഹല്ലേലൂയ. പരിശുദ്ധനും മഹാകാരുണ്യവാനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഇന്നത്തെ ഈ ധ്യാന നിമിഷത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ തമ്പുരാനെ അവിടുന്ന് തൊടയണമേ. അകന്നു പോയവരെ തിരികെ വിളിക്കണമേ. തകർന്ന കുടുംബങ്ങളെ തമ്പുരാനെ അവിടുന്ന് പുനഃസ്ഥാപിക്കണമേ. പ്രാർത്ഥന നഷ്ടപ്പെട്ടവർക്ക് തമ്പുരാനെ ആത്മീയമായ ഉണർവ്, ഒരാത്മീയ തീ അവർക്ക് നൽകണമേ. ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരെയും ദൈവമേ, അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ, ആമേൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ വചനത്തിൽ, ഈ തിരുവചനത്തിൽ ഒരു മടങ്ങി വരവിനെ കുറിച്ചാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ ഒരു വലിയ ആത്മീയ സത്യമുണ്ട്. മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകാം, പക്ഷേ സ്വന്തം ശക്തി കൊണ്ട് തിരികെ വരുവാൻ പലർക്കും കഴിയുന്നില്ല. അതുകൊണ്ടാണ് പ്രവാചകൻ നിലവിളിക്കുന്നത്: ദൈവമേ, നീ തന്നെയാണ് ഞങ്ങളെ തിരികെ കൊണ്ടുവരേണ്ടത് എന്ന്. ഇതൊരു പാപിയുടെ നിലവിളിയാണ്, ഒരു പശ്ചാത്താപത്തിൻ്റെ പ്രാർത്ഥനയാണ്. ഇത് തകർന്ന ഹൃദയത്തിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. പ്രിയ ദൈവമക്കളെ, ഇന്ന് എത്രയോ ആളുകൾ സഭയിലുണ്ടെങ്കിലും ദൈവത്തിൽ നിന്ന് അവർ അകലെയാണ്. അധരങ്ങളിൽ പ്രാർത്ഥനയുണ്ട്, പക്ഷേ ഹൃദയത്തിൽ ദൈവമില്ലാത്ത ഒരവസ്ഥ. പുറത്ത് വിശുദ്ധിയുടെ രൂപമുണ്ട്, പക്ഷേ ഉള്ളിൽ വലിയ ഒരു ശൂന്യതയാണ്. ഇന്ന് കർത്താവ് നിന്നെ വിളിക്കുന്നു: മകനെ, മകളെ, തിരികെ വരിക. നഷ്ടപ്പെട്ട ഒരു നല്ല കാലം, ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ തമ്പുരാനെ ഒരു നല്ല കാലം വരുത്തണമേ എന്നാണ് ഈ തിരുവചനം പറയുന്നത്. ഈ വചനം കേൾക്കുമ്പോൾ പലർക്കും പഴയ നമ്മുടെ ജീവിതം ഒരുപക്ഷെ ഓർമ്മ വന്നേക്കാം. ഒരു കാലത്ത് കുടുംബ പ്രാർത്ഥനയുണ്ടായിരുന്നു. ഒരു കാലത്ത് വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹമുണ്ടായിരുന്നു. ഒരു കാലത്ത് കണ്ണുനീരോടെ വിശുദ്ധ വേദപുസ്തകം വായിച്ചിരുന്ന, പ്രാർത്ഥിച്ചിരുന്ന, ധ്യാനിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പ്രാർത്ഥനയ്ക്ക് സമയം ഇല്ല. ഒരല്പനേരം ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ, ദൈവവുമായി ഇടപഴകുവാൻ, ദൈവത്തോടേക്ക് അടുത്തു വരുവാൻ നമുക്ക് ഈ ആധുനിക ലോകത്തിൽ സമയമില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് നാം എത്തിയിരിക്കുന്നത്. പക്ഷേ ഉറങ്ങുന്നതിന് മുമ്പ് നമുക്കിന്ന് സോഷ്യൽ മീഡിയകളുണ്ട്, പക്ഷേ ദൈവസന്നിധി ഇല്ല. അതുകൊണ്ടാണ് നമ്മുടെ ആത്മാവ് വരണ്ടു പോകുന്നത്. പ്രിയ ദൈവമക്കളെ, ദൈവം വീണ്ടും ഒരു നല്ല കാലം തരുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ആദ്യം ഹൃദയം തിരികെ കൊണ്ടുവരണം. ധൂർത്തപുത്രന്റെ മടങ്ങി വരവിനെ കുറിച്ച് നമുക്ക് വളരെ സുപരിചിതമാണ്. ധൂർത്തപുത്രന്റെ കഥ നമ്മൾ എല്ലാവർക്കും അറിയാം. അവൻ അപ്പന്റെ വീട് വിട്ടുപോയി. അവൻ സ്വാതന്ത്ര്യം അന്വേഷിച്ചു, പാപത്തിൽ വീണു. അവസാനം അവൻ തിരിച്ചറിഞ്ഞു, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ സമാധാനമുണ്ടായിരുന്നു എന്ന്.
പ്രിയ ദൈവമക്കളെ, ദൈവത്തിൽ നിന്ന് അകന്ന ജീവിതം ഒരിക്കലും സമാധാനം നൽകുകയില്ല. പാപം ആദ്യം സന്തോഷം തരുന്നത് പോലെ തോന്നും, പക്ഷേ അതിൻ്റെ അവസാനം ശൂന്യത മാത്രമായിരിക്കും. ഇന്ന് സ്വർഗസ്ഥനായ പിതാവ് നിന്നെ കാത്തിരിക്കുകയാണ്. നീയൊന്ന് ചുവട് വെച്ചാൽ ദൈവം നിന്റെ അരികിലേക്ക് ഓടിയെത്തും. പ്രിയ ദൈവ പൈതലേ, കുടുംബങ്ങളുടെ പുനഃസ്ഥാപനത്തിന് വേണ്ടി ഇന്ന് പല കുടുംബങ്ങളും തകർച്ചയുടെ വക്കിലാണ്. ഭർത്താവും ഭാര്യയും തമ്മിൽ അകലം, മക്കൾ പ്രാർത്ഥനയിൽ നിന്ന് അകലം, വീട്ടിൽ സമാധാനമില്ല. പക്ഷെ ഈ വചനം കുടുംബങ്ങൾക്കുള്ള ഒരു വലിയ പ്രത്യാശയാണ്. ദൈവമേ, പഴയ ആ നല്ല കാലം തമ്പുരാനെ ഞങ്ങൾക്ക് നൽകണമേ. ഒരിക്കൽ വീട്ടിൽ ഒരുമിച്ച് മുട്ടിന്മേൽ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഒരിക്കൽ ഒരുമിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിരുന്നൊരു കാലമുണ്ടായിരുന്നു. ദൈവം വീണ്ടും ഇതെല്ലാം പുനഃസ്ഥാപിക്കും. പ്രിയ ദൈവമക്കളെ, ഒരു ആത്മീയ നവീകരണം അവിടെ ഉണ്ടാകും. ദൈവം വെറും പഴയകാല ഓർമ്മ മാത്രം നൽകുന്നില്ല, അവൻ പുതിയ ആത്മീക ഉണർവും നിനക്ക് നൽകും. പ്രിയ ദൈവ പൈതലേ, വീണ്ടും പ്രാർത്ഥിക്കുവാനുള്ളൊരു ശക്തി, വീണ്ടും വിശുദ്ധിയിലേക്ക് നടക്കുവാനുള്ളൊരു കൃപ, വീണ്ടും ദൈവ സ്നേഹത്തിൽ ജീവിക്കുവാനുള്ള ഒരു അനുഗ്രഹം ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നവർക്ക് പരിശുദ്ധാത്മാവ് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ ജീവിതം അവസാനിച്ചിട്ടില്ല, ഞാൻ നിന്നെ വീണ്ടും ഉയർത്തും. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കണ്ണുകൾ അടയ്ക്കുക, ഹൃദയം ദൈവസന്നിധിയിൽ തുറക്കുക. യേശുവേ, ദാവീദ് പുത്ര, ഞാൻ അകന്നുപോയി, എൻ്റെ പ്രാർത്ഥന തണുത്തുപോയി, എൻ്റെ വിശ്വാസം അത് ഏറെക്കുറെ ക്ഷയിച്ചുപോയി. പക്ഷേ ഇന്നു ഞാൻ തിരികെ വരുവാൻ ആഗ്രഹിക്കുന്നു. എന്നെ മടക്കി വരുത്തണമേ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, എൻ്റെ മക്കളെ രക്ഷിക്കണമേ, എൻ്റെ വീടിന് സമാധാനം നൽകണമേ. പണ്ടത്തെ പോലെ ഒരു നല്ല കാലം കർത്താവേ വീണ്ടും അടിയങ്ങൾക്ക് നൽകണമേ. പ്രിയ ദൈവമക്കളെ, ദൈവം ഒരിക്കലും നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല. നീ അകന്നുപോയാലും അവൻ്റെ സ്നേഹം മാറിയിട്ടില്ല. ഇന്ന് ഈ നിമിഷം ഒരു പുതിയ തുടക്കമാകട്ടെ. നിന്റെ ആത്മീയ ജീവിതം വീണ്ടും ജ്വലിക്കട്ടെ. നിന്റെ കുടുംബത്തിൽ വീണ്ടും സമാധാനം വരട്ടെ. നിന്റെ പ്രാർത്ഥന വീണ്ടും ശക്തിയാകട്ടെ. കാരുണ്യവാനായ കർത്താവേ, ഈ സന്ദേശം കേട്ട ഓരോരുത്തരെയും തമ്പുരാനെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കുമാകണമേ. തകർന്നവരെ ആശ്വസിപ്പിക്കണമേ. അകന്നുപോയവരെ തമ്പുരാനെ തിരികെ കൊണ്ടുവരണമേ. രോഗികൾക്ക് സൗഖ്യം നൽകണമേ. കുടുംബങ്ങൾക്ക് സമാധാനം നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും ആ ഒരു നല്ല കാലം തമ്പുരാനെ ഞങ്ങൾക്ക് നൽകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.